ബെസ്റ്റ് ഡേറ്റ് ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ SIP. എനിക്ക് വരുന്ന കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏത് ഡേറ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് SIP വഴി അടിപൊളി റിട്ടേൺസ് കിട്ടുന്നുള്ളത്. എന്നാൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇതൊക്കെ വർക്കൗട്ട് ആവുന്നത്, ഏതാണ് ബെസ്റ്റ് ഡേറ്റ്, ഏതാണ് വേഴ്സ്റ്റ് ഡേറ്റ്, നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഹായ്, മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. സോ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നമുക്ക് രണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് SIP, ഒന്ന് ലംസം. ലംസം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ്, അതായത് എൻ്റെ കയ്യിൽ ഒരു 5 ലക്ഷം ഉണ്ട്, 10 ലക്ഷം ഉണ്ട്, അല്ലെങ്കിൽ 50,000 രൂപയുണ്ട്. ഇത് ഞാനൊരു സിംഗിൾ ടേക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലംസം എന്ന് പറയുന്നത്. നമ്മൾ ലംസമായി ചെയ്യുമ്പോൾ അവിടെ മാർക്കറ്റിന്റെ ടൈമിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ ഏത് പോയിന്റിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്നുകൊണ്ട് മാർക്കറ്റ് മേലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ലാഭം കിട്ടുള്ളൂ. അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോയിന്റാണ് എൻ്റെ ബ്രേക്ക് ഈവൺ പോയിന്റ്. അവിടുന്ന് മേലോട്ട് പോയി എനിക്ക് ലാഭം കിട്ടും, താഴോട്ട് വന്നാൽ എനിക്ക് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ലംസം ചെയ്യുമ്പോൾ മാർക്കറ്റ് ചെറുതായി നമ്മൾ നോക്കിക്കൊണ്ട് ടൈം ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ മാർക്കറ്റ് ടൈമിംഗ് എന്ന സംഭവം ഒഴിവാക്കാനാണ് നമ്മൾ SIP ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നമ്മൾ എല്ലാ മാസവും നമ്മൾ പ്രോപ്പർട്ടി ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ മാർക്കറ്റ് ടൈം ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫണ്ട് അവിടെ ആവറേജ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി ഏതാണ് ബെസ്റ്റ് ഡേറ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. പല ആൾക്കാരും പറയും മാർക്കറ്റ് മേലോട്ട് പോകാൻ ചാൻസസ് കൂടുതൽ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ 10 ദിവസമാണ്. കാരണം എല്ലാവർക്കും സാലറി കിട്ടി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നാൽ പിന്നെ ആദ്യത്തെ 10 ദിവസമാണ് ബെസ്റ്റ് ഡേറ്റ് എന്ന്. ചില ആൾക്കാർ പറയും മാർക്കറ്റ് ആദ്യത്തെ 10 ദിവസം മൂവ്മെന്റ് വരാൻ പോകുന്നില്ല, അവസാനത്തെ ഒരു 3-4 ദിവസമായിരിക്കും കുറച്ചുകൂടി മൂവ്മെന്റ് വരിക. അപ്പം ലാസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയും. ചില ആൾക്കാർ ടെക്നിക്കലി പറയും മന്ത്ലി എക്സ്പയറി നടക്കുന്നത് ലാസ്റ്റ് തേഴ്സ്ഡേ ആണ്. സോ മേ ബി ആ തേഴ്സ്ഡേകളിൽ മാർക്കറ്റ് മന്ത്ലി എക്സ്പയറി ആകുമ്പോൾ വളരെയധികം വോളറ്റൈൽ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. മാർക്കറ്റ് മേ ബി ഡൗൺ ആവാനുള്ള ചാൻസസും കുറച്ച് കൂടുതലാണെന്ന് പറയാം. സോ മേ ബി ആ ഒരു ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. സോ ലാസ്റ്റ് തേഴ്സ്ഡേ നോക്കി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് ആൾക്കാർ ടെക്നിക്കലിയും പറയാറുണ്ട്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇന്ത്യയിൽ മാത്രം 2500 മേലെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. സോ ഇവിടെ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കാം, ഡിഫറെന്റ് തരത്തിലുള്ള റിട്ടേൺസ് ആയിരിക്കാം, ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ആയിരിക്കും. സോ ഏത് മ്യൂച്വൽ ഫണ്ട് ബെസ്റ്റ് ഡേറ്റ് വേഴ്സ്റ്റ് ഡേറ്റ് കണ്ടുപിടിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. സപ്പോസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ റിസർച്ചും റിപ്പോർട്ടും ഒക്കെ നോക്കി നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഡേറ്റും വേഴ്സ്റ്റ് ഡേറ്റും കിട്ടി തന്നെ തീരുമാനിക്കുക. നിങ്ങൾ ആ ഡേറ്റ് നോക്കി നിങ്ങൾ ഒരു 6 മാസമോ 12 മാസമോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾ ആ റിപ്പോർട്ട് വീണ്ടും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി ബെസ്റ്റ് ഡേറ്റും വേഴ്സ്റ്റ് ഡേറ്റും വീണ്ടും ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് പ്രൈസിന്റെ വാല്യൂ തന്നെ മേലോട്ടും താഴോട്ടും പോകാൻ നമ്പർ ഓഫ് റീസൺസ് ഉണ്ട്. സോ സപ്പോസ് നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോൾ അവിടെ കളക്ഷൻ ഓഫ് സ്റ്റോക്സ് ആണ്. 30, 40, 50, മേ ബി 250 സ്റ്റോക്സ് പോലും ഉണ്ടാവും. നമുക്ക് ഒരു സ്റ്റോക്ക് പ്രൈസിന്റെ മാർക്കറ്റ് വാല്യൂ മേലോട്ട് പോവോ താഴോട്ട് പോവോ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ നിന്ന് നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കളക്ഷൻ ഓഫ് വരുന്ന ഒരു 30, 40, 50, 100 കമ്പനീസ് മേലോട്ട് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ മാത്രം മേലോട്ട് പോവും. മ്യൂച്വൽ ഫണ്ട്സ് ബെറ്റർ റിട്ടേൺസ് തരുമെന്ന് നമ്മളെ ആരെ കൊണ്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സപ്പോസ് വിത്ത് നമ്പേഴ്സോടെ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ തന്നെ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ട്, ഇന്ത്യയിൽ വരുന്ന ടോപ്പ് 50 കമ്പനീസിന്റെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണെങ്കിൽ കറന്റ് അതിന്റെ ബെസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1-ാം തീയതി, 22-ാം തീയതി, 23-ാം തീയതിയാണ്. അതായത് 15.65% റിട്ടേൺസ് അതുണ്ട്. ഫ്ലിപ്പ് സൈഡ് മോശമായുള്ള റിട്ടേൺസ് വന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 7-ാം തീയതി, 9-ാം തീയതി, 16-ാം തീയതിയാണ്. അതായത് 15.58%. അതായത് നിങ്ങളൊരു 10,000 വെച്ചുകൊണ്ട് ഒരു 10 കൊല്ലത്തേക്ക് ഈ ഫണ്ടിലേക്ക് നിങ്ങൾ SIP ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെസ്റ്റ് ഡേറ്റിൽ കിട്ടുന്ന റിട്ടേൺസും വേഴ്സ്റ്റ് ഡേ കിട്ടുന്ന റിട്ടേൺസും തമ്മിലുള്ള ഡിഫറൻസ് വെറും 12,000 മാത്രമായിരിക്കും. 10 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് വരുന്ന ഡിഫറൻസ് വെറും 12,000 മാത്രമാണ്. സോ ഏത് ഡേറ്റിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമേ ഇവിടെ വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത്, നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന SIP കറക്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ തന്നെയാണോ? നമ്മുടെ പോർട്ട്ഫോളിയോ അത്യാവശ്യം ബാലൻസ്ഡ് ആണോ? റീബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാ കൊല്ലം ഞാൻ എന്തെങ്കിലും തരത്തിൽ ഇൻക്രിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ കാര്യങ്ങൾ വേണം നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ. കാരണം ഇവിടെ നിങ്ങൾ ഫോക്കസ്ഡ് ആവും തോറും നിങ്ങൾക്ക് ബെറ്ററുള്ള റിട്ടേൺസ് കിട്ടാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതല്ലാതെ ഏത് ഡേറ്റ് എന്ന് ചിന്തിച്ച് നിങ്ങൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഡേറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്നാണെങ്കിൽ ഞാൻ കൂടുതലും എൻ്റെ സൈഡിൽ നിന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതും എൻ്റെ ക്ലയൻസ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഏത് ദിവസമാണോ അതിൻ്റെ 1-2 ദിവസം കഴിഞ്ഞ് ഡിഫറൻസ് കഴിഞ്ഞിട്ട് ആ ഒരു ഡേറ്റിൽ നിങ്ങൾ ജസ്റ്റ് എപ്പോഴും നിങ്ങളുടെ SIP എമൗണ്ട് കൊടുക്കുക. സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 1-ാം തീയതി, 2-ാം തീയതി ആണെന്നാണെങ്കിൽ ഒരു 4-ാം തീയതിയോ 5-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ SIP ഡേറ്റ് കൊടുക്കുക. അതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടുകയും ചെയ്യും. അവിടെ നിന്ന് 2 ദിവസം കൊണ്ട് നിങ്ങളുടെ SIP എമൗണ്ട് അവിടെ നിന്ന് പോകുന്നതായിരിക്കും. അതല്ലാതെ നിങ്ങളൊരു ബിഡ് റേഞ്ചിലോ അല്ലെങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി മന്ത് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മേ ബി ആ പൈസ ചിലവായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ മാസത്തെ SIP മിസ് ആവുന്നതായിരിക്കും. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ വൺ, നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അതിനനുസരിച്ച് ഒരു 2 or 3 ഡേയ്സ് ഡിഫറൻസ് കൊടുത്തുകൊണ്ട് ഒരു SIP ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം പ്രോപ്പറായി ഫംഗ്ഷൻ ആയിക്കൊണ്ട് പോയിരിക്കും. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.